എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഈ മെയ് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Queen of Swords, Knight of Swords, Five of Cups, Page of Swords, Death, Nine of Swords. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളും എടുത്തു ചാടി കാര്യങ്ങളൊന്നും പ്രവർത്തിക്കാതിരിക്കുക. ആദ്യം തന്നെ ക്യൂൻ ഓഫ് സോർട്സ് ആൻഡ് ഡെത്ത് കാർഡ് എനർജിയാണ് വന്നിരിക്കുന്നത്. എടുത്തു ചാടിയുള്ള ഒരു പ്രവർത്തനത്തിലേക്കും പോകാതിരിക്കാം. എന്ത് കാര്യമാണെങ്കിലും എത്ര അർജൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് പോകാതിരിക്കുക. അത് ഒരു നിമിഷത്തേക്കെങ്കിലും ഒരു നിമിഷം ഒരു വളരെയധികം പീസ്ഫുള്ളായിട്ട് ഒന്ന് ഇരുന്ന് ആലോചിച്ച് ശ്രദ്ധിച്ചിട്ട് തീരുമാനമെടുക്കുക. ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്ന ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസത്തിൽ. പിന്നെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവർ പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, അവർ ചിലപ്പോൾ ആലോചിക്കാതെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും പറയുമ്പോൾ. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ നിങ്ങൾ അവർ പറയുന്നത് കേട്ടിട്ട് ഓക്കെ വളരെ അടുത്ത സുഹൃത്താണെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചാടി പോകേണ്ട കാര്യമില്ല. ആരായാലും അത് ആ ഒരു സമയത്ത് അവർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പറഞ്ഞതായിരിക്കാം. പക്ഷെ നിങ്ങളത് നോക്കി ആലോചിച്ചിട്ട് തന്നെ മാത്രം കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ധൃതിയുടെ പുറത്ത് ചെയ്യുന്ന ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് വിനയാവാൻ സാധ്യതയുള്ളൊരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വളരെയധികം ആലോചിച്ചിട്ട് പക്വതയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് എല്ലാം എന്ന് ചുരുക്കം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്താൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസരമാണ്. ഈ ഒരു മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ മാസം നിങ്ങൾ എടുക്കുന്ന ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അതിനനുസരിച്ചിട്ട് വീണ്ടും ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് ലോങ്, നിങ്ങളുടെ ജീവിതകാലം മുഴുവനത്തേക്കും നിങ്ങളുടെ ജീവിതം നല്ലൊരു രീതിയിലേക്ക് മാറ്റാനും ഉള്ളൊരു സാധ്യതയുള്ളൊരു മാസമാണ്. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിക്കുന്ന സമയമാണ്. അപ്പോൾ എന്ത് കണ്ടാൽ ഓക്കെ അതങ്ങനെ ആവാം, അത് ചെയ്താലോ, അല്ലെങ്കിൽ കാരണം ഇപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ഓക്കെ അത് നല്ലൊരു ബിസിനസ്സാണ്, ആ ഒരു ബിസിനസ്സിൽ ആരെങ്കിലും നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പോൾ ഓക്കെ ആ ബിസിനസ് നല്ലതായതുകൊണ്ടാണ് നല്ല രീതിയിൽ പോകുന്നത്, ആ പ്രത്യേകമായിട്ടുള്ള ബിസിനസ് ചെയ്താൽ എനിക്കും നല്ല രീതിയിൽ പോകാം എന്നുള്ളൊരു ചിന്ത ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. നല്ല രീതിയിൽ സ്കോപ്പുള്ളതാണോ എന്ന് ചോദിച്ചിട്ടാണ് ആളുകൾ പഠിക്കാൻ തന്നെ പോകുന്നത്. പലരും ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഈ ഒരു കോഴ്സ് ഇങ്ങനെയാണ്, അപ്പോൾ ഈ കോഴ്സിന് സ്കോപ്പുണ്ടോ എന്നുള്ളത്. നമ്മളുടെ പഠിക്കുന്ന കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉപരിയായിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാണോ, നിങ്ങൾക്ക് ചേരുമോ, നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രം മുന്നോട്ടേക്ക് പോകാം. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ മറ്റൊരാൾ അത് വിജയിച്ച് കാണിച്ചു എന്ന് വെച്ചാൽ ബിസിനസ് നല്ലതായതുകൊണ്ട്, ആ ചെയ്യുന്ന ബിസിനസ് നല്ലതായതുകൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല, ആ വ്യക്തിയുടെ കഴിവുമാകാം. അപ്പോൾ ആ വ്യക്തി വിജയിച്ചതുകൊണ്ട് നിങ്ങളതിൽ വിജയിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചെറിയ രീതിയിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കി, ആദ്യം പരീക്ഷണ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മുന്നോട്ടേക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് തീരുമാനിക്കുന്ന ഒരു സമയമാണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പഠിക്കാനുള്ള നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് ആഗ്രഹമുള്ളതാണോ എന്നുള്ളത് നോക്കിയിട്ട് പോവുക. പല ആളുകളും ഇപ്പോൾ എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ പോകുന്നുണ്ട് വീട്ടുകാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് സ്കോപ്പ് മാത്രം നോക്കാതെ പഠനവുമായിട്ട് മുന്നോട്ടേക്ക് പോകാവുന്നതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് 9 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ജീവിതത്തിൽ മുന്നേറാൻ പല കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും, പലയിടത്തും തകർന്നു പോയിട്ടുണ്ടാവും, പരാജയപ്പെട്ടിട്ടുണ്ടാകാം. ഇനി രണ്ടാമത് വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കാൻ പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു മാസത്തിൽ. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലപ്പോൾ വരുമ്പോഴും ഇതിന് മുമ്പ് നടന്ന പോലെ ഇനി നടക്കുമോ എന്നുള്ളൊരു ചിന്ത മൈൻഡിൽ ഉണ്ടാവാം, ഇവിടെയും ഞാൻ തോറ്റുപോകുമോ എന്നുള്ളത്. ആ ഒരു ചിന്ത മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അതായത് നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറിപ്പോകാൻ ശ്രദ്ധിക്കുക. കാരണം അത് കഴിഞ്ഞുപോയ കാലമാണ്, നിങ്ങൾ ഒത്തിരി ശ്രമിച്ചു, നടന്നില്ല. പക്ഷെ അതിനർത്ഥം ഇനി നടക്കില്ല എന്നുള്ളതല്ല. മുന്നോട്ടേക്ക് ഈ ഒരു മാസം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ജീവിതം എളുപ്പം, നിങ്ങൾ വിചാരിച്ച അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു മാസം വളരെ ദൈവാനുഗ്രഹമുള്ള സമയമാണ്. എന്ന് വെച്ചിട്ട് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം പെട്ടെന്ന് നടക്കുമെന്നുള്ള രീതി. ഈ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് ഒറ്റയടിക്ക് നടക്കും എന്നാണ് ആളുകളുടെ ചിന്ത. ആ ഒരു രീതിയിൽ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആ തടസ്സത്തെ അതിജീവിച്ചാൽ നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അതായത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പല പരീക്ഷണങ്ങളുടെയും പര്യവസാനമാണ്. ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലാസ്റ്റ് ഫേസിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് സാധ്യതകളുടെ സമയമാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ട് ഡോണ്ട് ഗീവ് അപ്പ്, അതായത് വിട്ട് കളഞ്ഞിട്ട് എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവാതിരിക്കുക. കാരണം ഇത് ഫൈനൽ സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അതേപോലെ തന്നെ 5 ഓഫ് കപ്സ് ആൻഡ് ഡെത്ത് കാർഡാണ്. എൻഡിങ് ഫേസ് ആണ്. പല നെഗറ്റിവിറ്റീസിൻ്റെയും പരാജയങ്ങളുടെയും ഒക്കെ എൻഡിങ് ഫേസ് ആണ് ഈ ഒരു മാസം. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ജീവിതത്തിൽ പര്യവസാനം എന്ന് പറയാം. അപ്പോൾ ഈ ചില കാര്യങ്ങളുടെ പര്യവസാനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വൈവാഹിക ജീവിതം ചില ആളുകൾക്ക് നല്ല പൊരുത്തക്കേടുകളോടെ ഒരു ജീവിതം, പൊരുത്തക്കേടുകളോട് കൂടിയിട്ടുള്ളൊരു ജീവിതമായിരിക്കാം നിങ്ങളുടേത്. അതൊരു പൊരുത്തക്കേടുകൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ജീവിതത്തിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് നല്ല രീതിയിലായിരിക്കില്ല. ഒരു പക്ഷെ മക്കൾ കൊണ്ടായിരിക്കാം. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ മക്കളുടെ വിവാഹം അടുത്തിടയ്ക്ക് മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും, ജോലി കിട്ടിയിട്ടുണ്ടാവും, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആകാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇനിയും പൊരുത്തപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. മക്കളുടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു ഏകദേശം. അപ്പോൾ അവരവരുടെ ലൈഫിൽ സെറ്റിൽ ആകുമ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ഡിവോഴ്സിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആകാം ഇത് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അതുപോലെ തന്നെ ലൈഫ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. കർമ്മഫലം ലഭിക്കുന്ന, നിങ്ങളുടെ ചെയ്ത കർമ്മത്തിനുള്ള നല്ല ഫലം കൊണ്ടുവരുന്ന സമയമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ ഒരു എനർജി കാണിക്കുന്നുണ്ട്, ഏതൊരു നിങ്ങൾ മറ്റൊരാളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ദ്രോഹിക്കുന്ന സിറ്റുവേഷൻ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഫലമായിരിക്കും എന്നുള്ളത് പറയുന്നു. അതിൻ്റെ കർമ്മഫലം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥനകൾ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നേരിട്ട് മാപ്പ് പറയുന്നത്. കാരണം കർമ്മഫലത്തിൻ്റെ സമയമാണ് ഇപ്പോൾ. എന്താണ് അതിനനുസരിച്ചിട്ടുള്ള കർമ്മഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക. എല്ലാവരിലും അങ്ങനെയാണ് എന്നുള്ളതല്ല, ചില വ്യക്തികൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നു എന്ന് മാത്രം. പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നതാണ്. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നില്ല, മുഖവിലയ്ക്ക് എടുക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തികൾ മിക്കവാറും നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാണ്. പുറത്തുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഫാമിലിയിൽ മറ്റുള്ളവർ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അതിന് ചെവി കൊടുക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ ഫാമിലിക്ക് പുറത്ത് നിങ്ങളുടെ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ അയൽപക്കം അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം. ബാക്കിയുള്ളത് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇപ്പോൾ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.